നമുക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ളൊരു പ്രശ്നം. കുറെ ആൾക്കാരുടെ ഇടയിലിരുന്ന് പഠിക്കുമ്പോൾ ഉള്ളൊരു 5 മണി ആകുമ്പോഴത്തേന് ക്ലാസ്സിലേക്ക് പോകും. അത് ഞാൻ സ്പീഡാണ്. എത്ര സമയം കൊണ്ട് എനിക്ക് എണീറ്റ് ഇങ്ങനെ കുറേ സമയം അവിടെ നിന്ന് ഇങ്ങനെ ചിലവാക്കുമ്പോൾ എനിക്കൊരു സമയം പോകണ്ടല്ലോ അങ്ങനെ തോന്നില്ല. എക്സാം കഴിഞ്ഞപ്പോൾ ഒരു 20 മിനിറ്റ്സ് അവിടെ ഇരുന്ന് അപ്പോൾ ഒരു അവസ്ഥയായിരുന്നു, കണ്ണിലൊക്കെ വെള്ളം വരലൊക്കെയായിരുന്നു. അന്ന് ഞാൻ നല്ല എഴുതിയിരുന്നു എക്സാം. എല്ലാവരും ഇങ്ങനെ ഓർഗാനിക് കുറച്ച് ടഫായിരുന്നു പറഞ്ഞപ്പോഴും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു ദിവസം വിളിച്ചിട്ട് പറയും എനിക്കിന്ന് വീട്ടിൽ വരണം എന്ന് പറഞ്ഞിട്ട്. എനിക്ക് എന്തെങ്കിലും എക്സാം ഡൗൺ ആയതോ മാർക്ക് കുറഞ്ഞോ എന്തെങ്കിലും ആയിരിക്കും ഇനീഷ്യലി. പിന്നെ റെഡി ആയി. അപ്പോഴത്തേന് പ്രശ്നമില്ല, അപ്പത്തേനും അവിടെ എത്തും. രാവിലെ 4:50 ആകുമ്പോഴേക്കും 5 മണി ആകുമ്പോഴത്തേന് ക്ലാസ്സിലേക്ക് പോകും. അത് ഞാൻ സ്പീഡാണ്. എത്ര സമയം കൊണ്ട് എനിക്ക് എണീറ്റ് ഇങ്ങനെ കുറേ സമയം അവിടെ നിന്ന് ഇങ്ങനെ ചിലവാക്കുമ്പോൾ എനിക്കൊരു സമയം പോകണ്ടല്ലോ അങ്ങനെ തോന്നില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് റെഡിയായി ഫ്രഷായി. ഫ്രണ്ട്സ് വരെ എന്നോട് പറയുന്നുണ്ട് ഈ ഒന്ന് കാമായി പെട്ടെന്ന് മെല്ലെ എണീക്കുന്നൊക്കെ പറയും. ഞാൻ ഭയങ്കര സ്പീഡായി പെട്ടെന്ന് തന്നെ ഇവിടെ ചെയ്ത് വേഗം ക്ലാസ്സിലേക്ക് പോകും. ക്ലാസ് പിന്നെ നമ്മൾ താഴെ തന്നെ അല്ലേ, നമുക്ക് ട്രാവൽ ചെയ്യാനൊന്നും വേഗം. പിന്നെ അവിടുന്ന് പഠിക്കാൻ തുടങ്ങും. പിന്നെ ഞാൻ ആദ്യം മോർണിംഗ് ആയിരുന്നു, ലാസ്റ്റിലേക്ക് അങ്ങോട്ട് മാറിയപ്പം എനിക്ക് ക്ലൈമറ്റ് കുറച്ച് തണുപ്പെന്നൊക്കെ ആയപ്പോൾ ഉറക്കം കൂടിയ പോലെ തോന്നി. പിന്നെ ഞാൻ രാത്രി ഇരിക്കൽ കൂട്ടി, രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ട് എണീക്കും. പക്ഷെ അത് കുഴപ്പമുണ്ടായിരുന്നില്ല, പെട്ടെന്ന് തന്നെ ഇതായി. അതായത് ബ്രേക്ക് എടുക്കലുണ്ടോ ചോദിച്ചാൽ എടുക്കലുണ്ട്. പക്ഷെ അതിപ്പോൾ ഞാൻ ബെല്ലടിക്കേണ്ട 2 മിനിറ്റ് മുന്നേ എണീറ്റാണ്ട് വേഗം പോയിട്ട് വാഷ്റൂം പോകണമെങ്കിൽ വാഷ്റൂം പോയിട്ട് തിരിച്ചു വരും. എനിക്കങ്ങനെ കുറേ ബ്രേക്ക് എടുത്തായിട്ട് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് കുറേ നേരം സംസാരിച്ചിരുന്നാലും ഒക്കെ എനിക്കിങ്ങനെ സമയം പോകണ്ടല്ലോ എന്നുള്ളൊരു തോന്നല. ഹോണസ്റ്റ്ലി ഞാൻ എങ്ങനെ ഓവർ ബ്രേക്ക് എടുത്ത് ഞാനിപ്പം ഈവൻ എൻ്റെ നല്ലോണം പഠിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, ആ ഒരു ഇൻറ്റൻഷൻ നല്ല പഠിക്കാനുള്ള ഒരു ഇതിലിരിക്കുന്നവരെ തന്നെ ഞാൻ നോക്കും. അവരും പോകുന്നില്ലല്ലോ, പിന്നെ ഞാനിപ്പോൾ ഇതിനെ പോകണമെന്നുള്ള രീതി ഞാനിവിടെ ഇരിക്കും. പിന്നെ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും വന്നാൽ പുറത്ത് പോയിട്ട് ജസ്റ്റ് ഫ്രഷായി വരും. അത് നമ്മൾ ഹോസ്റ്റലിൽ വന്നപ്പം നമുക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ളൊരു പ്രശ്നം. കുറെ ആൾക്കാരുടെ ഇടയിലിരുന്ന് പഠിക്കുമ്പോൾ ഉള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് വീട്ടിലിരുന്ന് കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കാന്നുള്ളൊരു തോന്നലുണ്ടാവുമല്ലോ. ഹോം സിക്നെസ് ആണ് മെയിനായിട്ടും. അപ്പം ഞാൻ അപ്പനെ വിളിച്ചിട്ട് ഇങ്ങനെ വീട്ടിൽ നിന്നാൽ ചിലപ്പോൾ ഒന്നുകൂടി പഠിക്കാൻ പറ്റും, ഇവിടെ പഠിക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പപ്പ പറഞ്ഞ് എന്നോട് എപ്പോഴും എന്താണ് നിനക്കെങ്ങനെ പഠിക്കാൻ പറ്റുന്ന അതിനനുസരിച്ച് ചെയ്യുക, വീട്ടിലിരുന്നിട്ടാണ് പഠിക്കാൻ പറ്റുന്നതെങ്കിൽ വീട്ടിലേക്ക് വരാമെന്നാണ്. പക്ഷെ എപ്പോഴും പ്രിഫർ ചെയ്തെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാനാണ്. പിന്നെ എനിക്ക് മനസ്സിലായി ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചാലാണ് ശരിയാ. ഒരു ലീവിന് വീട്ടിൽ പോയപ്പോൾ തന്നെ മനസ്സിലായി. അതുകൊണ്ട് അങ്ങനെ ടെൻഷൻ ഒരിക്കലും ഉണ്ടാവില്ല. വൈഫിന് കുറച്ച് ഉണ്ടാവും. അപ്പം പക്ഷെ എന്നാലും ഇവള് ഇങ്ങനെ ഹോസ്റ്റലിലൊക്കെ നിന്ന് തുടങ്ങിയപ്പോൾ തന്നെ ഉള്ള ഒരു റെസ്റ്റ്ലെസ്നെസ് ഞാൻ ഷെയർ ചെയ്തു. പിന്നെ എനിക്ക് തോന്നി അതൊന്നും ഷെയർ ചെയ്യാൻ പാടില്ല. അങ്ങനെയല്ല അതൊക്കെ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ എന്നുള്ള ഒക്കെ ശരിയാവുന്നുള്ളൊരു ഇതിൽ നിൽക്കാൻ. അപ്പം ഞാൻ പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി സംഗതി ടൈം എടുക്കും എന്നുള്ള ഒരു അതിൻ്റെ ഫേസുകളൊക്കെ ഞാൻ ചില ക്ലാസ്സുകളൊക്കെ സാറത് കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കുട്ടികൾ ഫൂട്ട് ചെയ്യുക, എങ്ങനെ സെറ്റിൽ ചെയ്യുക, അതുപോലെ തന്നെ ആദ്യം തന്നെ എനിക്കിപ്പോഴും ഞാൻ പലതവണ വീണ്ടും കേട്ട 2 വീഡിയോസ് ഉണ്ട്. വെച്ചാൽ കുട്ടികളൊരു അവരെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഒരു എക്സാമിൽ അവരെ പെർഫോമൻസിനെ അവർ എങ്ങനെ കാണുന്നു എന്നുള്ള. അപ്പോൾ അതിൽ അവർ പലപ്പോഴും ആക്സെപ്റ്റൻസിൻ്റെ ഒരു ടൈം പലപ്പോഴും അത് ഇവിടെ വല്ലാതെ ഉണ്ടാവാറില്ല. പക്ഷേ ടൈം എടുത്ത് പിന്നെ അത് അവർ അക്സെപ്റ്റ് ചെയ്ത് അത് അങ്ങനെ പിന്നീട് കുട്ടികൾ അവൾ പിന്നെ അങ്ങനെ മാറി വന്ന് പിന്നെ അവർക്ക് മാർക്ക് കുറഞ്ഞാൽ പ്രശ്നമില്ലാത്തൊരവസ്ഥയിലേക്ക്. ഞാൻ ഒരു ജനുവരി സമയത്ത് വീട്ടിൽ എനിക്കാകെ സ്ട്രെസ്സായി, ആകെ പണി, വീട്ടിൽ പോയി. പിന്നെ വീക്കിലി 720 എഴുതാൻ വീട്ടിലേക്ക് വരും, ഹോസ്റ്റലിലേക്ക് വരും. എന്നിട്ട് അവിടുന്ന് 720 എഴുതിയിട്ട് തിരിച്ച് വീട്ടിൽ തന്നെ പോകും. ഞാൻ ഡിസംബർ വരെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ജനുവരി ആയപ്പോൾ റിവിഷനൊക്കെ ആകുമ്പോൾ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. അത് എങ്ങനെയായാലും കവർ ചെയ്യുക, ഫസ്റ്റ് ടൈം ആണല്ലോ, റിപ്പീറ്റ് ചെയ്ത് ആദ്യമായിട്ടപ്പം എങ്ങനെ കവർ ചെയ്യുക, അങ്ങനെ ഓരോ ടെൻഷനും. അപ്പം എന്തോ ഫുൾ ആകെ ഇതായിപ്പോയി. അങ്ങനെ പിന്നെ ഞാൻ മെഡിസിൻ ഡോക്ടറെ കാണിക്കണം,
സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കി. അപ്പം പറഞ്ഞില്ല, നമുക്ക് മെഡിസിൻ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പോൾ നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാനൊരു ഡോക്ടറെ കാണിച്ചിരുന്നു. അപ്പോൾ അവർ സജസ്റ്റ് ചെയ്താണ് എന്നോട്, എനിക്ക് ഇത്രയ്ക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ പോയി വന്നോ എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഇങ്ങനെ ഗ്രാജുവൽ റെഡി ആയി, മാർക്കും റിവിഷനൊക്കെ കുഴപ്പമില്ല പ്രോപ്പറായി നടന്നപ്പോൾ പിന്നെ എനിക്ക് കോൺഫിഡൻസ് വന്ന് മനസ്സിലായി റെഡി ആവുന്നുണ്ട്. അപ്പോൾ പപ്പ അമ്മ ഫുൾ സപ്പോർട്ട്. അങ്ങനെയല്ല, അവരാണ് എല്ലാ വീക്കും എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കും, തിരിച്ചങ്ങോട്ട് കൊണ്ടുപോകും, ഇങ്ങോട്ട് പിന്നെയും കൊണ്ടുവന്നാക്കും. അങ്ങനെയൊന്നും ഒരു തിരക്കല്ല, രണ്ടാളും ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ പക്ഷെ അതിൻ്റെ ഇടയിലൊക്കെ ഓക്കെ ആയി. പിന്നെ വീട്ടിലാകുമ്പോഴും ഞാൻ കംപ്ലീറ്റ് പഠിച്ചിട്ടുണ്ട്. യാത്ര ചെയ്യുന്ന ഒരു സമയം മാത്രമേ ഉള്ളൂ. വീട്ടിൽ റിവിഷൻ നമുക്ക് ക്ലാസ്സസ് ഞാൻ ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്തിട്ടൊക്കെ ഇരുന്നു. എന്നിട്ട് പിന്നെ പക്ഷെ ഒരു ഫുൾ സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ ആഗ്രഹം പറഞ്ഞാൽ എനിക്കൊരു ഓർമ്മയില്ല, ഞാൻ വേറൊരു പ്രൊഫഷനെ കുറിച്ച് ചിന്തിച്ചായിട്ട് എനിക്ക് ഓർമ്മയില്ല. അതായത് ചെറിയ പ്രായം മുതലേ ഞാൻ ഒരു ഉമ്മനോട് ചോദിച്ചാലും ഉമ്മ തന്നെ പറയത്, നമ്മള് ഉമ്മക്കും ഭയങ്കര ആഗ്രഹമാണ്. പപ്പക്ക് അങ്ങനെയല്ല, പപ്പക്ക് എന്തായാലും നമ്മള് നല്ലൊരു പൊസിഷനിൽ എത്താ അങ്ങനെ ഉള്ളൂ. പക്ഷെ ഉമ്മ പറയൂലെങ്കിലും ഉമ്മയുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവും ഉമ്മക്ക് അത്രയും ആഗ്രഹമാണ്. നമ്മളെ വീട്ടിൽ കുറെ ഡോക്ടേഴ്സ് ഉണ്ട് ഫാമിലിയിൽ, പക്ഷെ നമ്മളെ വീട്ടിലൊരു പെൺകുട്ടി ഇല്ല. ഞാനാണല്ലോ മൂത്ത പെൺകുട്ടി. പ്രഷറില്ല. ഉമ്മ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, നമ്മളാരോടും പറഞ്ഞിട്ടില്ല ഞാൻ MBBS വാങ്ങി, MBBS വാങ്ങിയിട്ടേ വരുള്ളൂ എന്നൊന്നും നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല, നമ്മളാർക്കും വാക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ നീ കഴിയുന്ന വരെ ചെയ്തോ, കിട്ടുകയാണെങ്കിൽ നമുക്ക് പോവാം, അത്രേ ഉള്ളൂ. പിന്നെ എനിക്കെല്ലാവരും ഗവൺമെൻറ് കയറണമെന്നുണ്ടായിരുന്നു. നമ്മളെല്ലാവരും എങ്ങനെ പഠിച്ചു, കാക്കമാരായാലും എല്ലാവരും ഈ ഒരു ഫേസ് കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ ഒരു യൂഷ്വൽ തിങ്ങാണ് റിപ്പീറ്റിന് പോവുക അല്ലെങ്കിൽ എൻട്രൻസ് ഇങ്ങനെ ക്രാക്ക് ചെയ്യാന്നുള്ളത്. അപ്പോൾ അങ്ങനെ പോയി. കുട്ടിയുടെ ഓപ്ഷൻ ആയിരിക്കണം എന്നുള്ളതാണ് പലപ്പോഴും. അതിൽ ചില പാരൻസൊക്കെ അപ്പോൾ അവളും പറഞ്ഞു എനിക്ക് തോന്നി ഉമ്മയുടെ ഒരു താല്പര്യം എന്നുള്ള. ഞാൻ ബേസിക്കലി ഞാൻ എതിരാണ്. ഒരിക്കലും നമ്മുടെ ഒരു ഓപ്ഷൻ ആവരുത് കുട്ടികളുടെ ഓപ്ഷൻ, പൂർണ്ണമായിട്ട് ജെന്യുവനായിട്ട് അവരുടെ താല്പര്യമാണ്. അപ്പോൾ പിന്നെ അവർക്ക് തന്നെ അതിൽ വർക്ക് ചെയ്യാനുള്ള അവർ തന്നെ അത് സ്വയം ആർജിച്ചെടുക്കും. അല്ലെങ്കിൽ പാരൻസിന് ഒരുപാട് ക്രിട്ടിക്കൽ മൊമെൻറ്റ്സ് ഉണ്ടാവും അല്ലാതായി കഴിഞ്ഞാൽ. അപ്പോൾ പലപ്പോഴും അത് ഡിസ്പ്യൂട്ടിലും പല പ്രശ്നങ്ങളും വരും. അപ്പോൾ പാരൻസിന് വലിയ റോളുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മൾ കൂടുതൽ ഒന്നും ചെയ്യാനില്ല. നമ്മൾ കൂടുതൽ കുട്ടികളെ പിന്നെ അവരെ കേൾക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. +2 പഠിക്കുമ്പോൾ എനിക്ക് ധാരണ ഉണ്ട് നീറ്റ് എങ്ങനെയാണ്, ഇതെങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. കാരണം ഞാൻ +1 +2 ടോപ്പിൻ്റെ ഓൺലൈനിലുണ്ട്. പക്ഷെ അങ്ങനെ ഉപയോഗിച്ചില്ല. വേണ്ട രീതിയിൽ യൂസ് ചെയ്തിട്ട. പക്ഷെ എനിക്കറിയായിരുന്നു എങ്ങനെയാണ് നീറ്റ് സംഭവമൊക്കെ. പിന്നെ ഞാൻ ക്രാഷിന് പോയി ടോപ്പിൻ്റെ ഒരു 1.5 മാസം, 1 മാസം. ആ സമയത്ത് മനസ്സിലായി ഇത് ക്വസ്റ്റ്യൻ ചെയ്യലാണ് സംഭവം എന്ന്. പക്ഷെ ശരിക്കും മനസ്സിലായി റിപ്പീറ്റ് ചെയ്യാൻ വന്നപ്പോഴാണ് ഇത്രയും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം. എന്താണ് +1 +2 സമയത്ത് റിപ്പീറ്റ് ക്രാഷിൻ്റെ സമയത്തും ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ +2 അപ്പം ഓർഗാനിക്കൊക്കെ ഞാൻ ടെക്സ്റ്റ് നല്ല തറവാണ് എനിക്ക്. അപ്പോൾ ഞാൻ കെമിസ്ട്രി ഓക്കെയാണ്. കെമിസ്ട്രിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ്. അപ്പം കെമിസ്ട്രി എനിക്ക് നല്ല പെർഫെക്റ്റ് ആണ്. പിന്നെ പപ്പ പറഞ്ഞുതരും അങ്ങനെയൊക്കെ ആയിട്ട്. അതുകൊണ്ട് പക്ഷെ എന്നാലും ഞാൻ റിപ്പീറ്റ് വന്നപ്പോഴാണ് ഞാൻ കാണാത്തൊരു കുറേ വശം, ഈവൻ എനിക്ക് സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്റ്റിന് വരെ കുറേ ഭാഗം ഇനി ഞാൻ കാണാനുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ലൈക്ക് ക്വസ്റ്റ്യൻ ചെയ്തിട്ടാണ് പഠിക്കുന്നത്, അല്ലാണ്ട് കുറേ തിയറി പഠിച്ച് കുറേ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടോ കുറേ നോട്ട്സ് വായിച്ചിട്ടോ അല്ല, ക്വസ്റ്റ്യൻ ചെയ്തിട്ടാണ് പഠിക്കരുതെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാതെ പഠിക്കുമ്പോൾ തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരില്ല. കുറേ തിയറി വായിക്കുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യണില്ലല്ലോ അങ്ങനെ ഒരു തോട്ട് വരും. അപ്പോൾ നമ്മൾ അതൊരു പ്രാക്ടീസ് ആവും. പിന്നെ നമ്മൾ അങ്ങനെ ചെയ്താണ് പഠിക്കുക. ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കും. പിന്നെ നമുക്ക് ഗ്യാപ്പ് ഉണ്ടല്ലോ, നമുക്ക് വീക്കിലി 2 എക്സാം ആവുന്നതിൻ്റെ ഇടയിൽ ദിവസമുണ്ട്. ഇനീഷ്യലി നമ്പർ കുറവായിരിക്കും, കറക്റ്റ് ഓർമ്മയില്ല. പക്ഷെ പിന്നെ നമ്മൾ സ്പീഡാവും. നമുക്ക് മനസ്സിലാവല്ലോ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. നമ്മൾ അത്രയും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യും. അങ്ങനെ നമ്മൾ കൂടുതൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റും നമ്പർ. എവറി ഡേ 400 ആയിട്ടുണ്ടാവില്ല,
പക്ഷേ 400 ആയ ദിവസങ്ങളുണ്ട്. ലൈക്ക് നമ്മള് ഇപ്പം എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പം നമ്മള് ലൈക്ക് അങ്ങനെ ഇതാക്കിയിട്ടാണ് പറയല്ലേ, നമുക്ക് ഇത്ര ക്വസ്റ്റ്യൻ ചെയ്യണം അല്ലെങ്കിൽ ഇത്ര ഇത് ചെയ്യണം. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഹോസ്റ്റലിലേക്ക് ഷിഫ്റ്റ് ആയത് അങ്ങോട്ട്. രണ്ടുപേരും ഒരുമിച്ച് തന്നെ ഇരിക്കുന്നത്. അപ്പം നമ്മൾക്ക് നല്ല ഇതായിരുന്നു, ഇത്ര ക്വസ്റ്റ്യൻ ചെയ്യണം. എവറി ഡേ 400 ആയിട്ടില്ല, ബട്ട് 400 ദിവസം ഉണ്ട്. കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യണം. കാരണം നിയാസ് സാർക്ക് ലാസ്റ്റിലേക്ക് നമുക്ക് അങ്ങോട്ട് വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഫുൾ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യുന്നേക്കാളും കുറേയാണ് നമ്മൾ ലാസ്റ്റ് കംപ്ലീറ്റ് കാൽക്കുലേഷൻ ചെയ്തിട്ട് 400 എണ്ണം എത്തിക്കാൻ ചിലപ്പം പറ്റിയെന്ന് വരില്ല. മേ ബി നമ്മൾ കുറേ ക്വിസ് ചെയ്തിട്ടാവാം, മൈൻഡ് കാൽക്കുലേഷൻ ആവാം. ക്വസ്റ്റ്യൻസ് ലാസ്റ്റിലേക്ക് കുറേ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 720 എക്സാംസ്. എനിക്ക് ബയോളജി ആയിരിക്കും. അങ്ങനെയല്ല, ബയോളജി നമുക്ക് ഞാൻ +1 +2 പഠിക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചാണ് പഠിച്ചിരുന്നത് ബയോളജി. അപ്പം എൻ്റെ മനസ്സിൽ എനിക്ക് ബയോളജി ഞാൻ നല്ല സ്ട്രോങ് ആണ്. പിന്നെ ബയോളജി സ്കോർ ചെയ്യാറുണ്ട് എക്സാമിന്. പക്ഷെ എന്നാലും നമുക്കൊരു കുറേ വായിച്ചിട്ടുണ്ട്. സാറ് പറഞ്ഞല്ലോ, സാറ് കുറേ തവണ വായിച്ച് എനിക്ക് തന്നെ തോന്നും, സാറിന് തന്നെ തോന്നും ലൈക്ക് ഓക്കെ ഞാൻ ഓക്കെയാണ് ബയോളജി. എനിക്ക് ലാസ്റ്റിലേക്ക് നമ്മൾ കെമിസ്ട്രി ഫിസിക്സ് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് ബയോളജി ഇങ്ങനെ മാറ്റി വെച്ചേ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ എനിക്ക് ലാസ്റ്റിലേക്കാണ് ഒരു ഫീൽ വന്നത്. ബയോളജീനെ ആദ്യം ഞാൻ സ്ട്രോങ് ആയിരുന്നു, പക്ഷെ അറ്റ് ദ സെയിം ടൈം ഞാൻ ഇത് കൊണ്ടുവന്ന് കൂടെ തന്നെ ഇത് കൊണ്ടുപോകണമായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ ലാസ്റ്റിലേക്ക് ഞാൻ ഡെയിലി സാറ് പറഞ്ഞ പോലെ സമയം വെച്ച് ബയോളജിക്ക് മാത്രം സമയം വെച്ച് വായിക്കാറുണ്ട്. പക്ഷേ ഒരു മിഡിലൊക്കെ എത്തി, ഒരു ഡിസംബർ ജനുവരി ഒക്കെ എത്തിയപ്പം ഇങ്ങനെ തെറ്റുന്ന, അതായത് ലാസ്റ്റിലേക്ക് സില്ലി മിസ്റ്റേക്സ് ബയോളജിക്ക് കൂടുതൽ വരുന്നൊരു സമയം ഉണ്ടായിരുന്നു. എല്ലാവർക്കും ബയോളജി കൂടുതൽ തെറ്റുന്നത്, ഫിസിക്സ് കെമിസ്ട്രി മാർക്കുണ്ട്. ഈവൻ ഞാൻ വീട്ടിൽ വിളിച്ച് കരഞ്ഞൊക്കെ ചെയ്തിരുന്നു, ബയോളജി തെറ്റുന്നു, കുറേ തെറ്റുണ്ട് ബയോളജി എന്ന് പറഞ്ഞിട്ട് കരഞ്ഞൊക്കെ ചെയ്തിരുന്നു. അപ്പം അപ്പോഴേ നമുക്ക് തോന്നിയിരുന്നു ബയോളജിയെ മാറ്റി വെച്ചോ എന്നുള്ളൊരു. നീറ്റ് എക്സാമിന് അന്ന് രാവിലെ ഞാനും പപ്പയും കൂടി പോയി അവിടെ എത്തി. പക്ഷെ എനിക്ക് അവിടെ എത്തിയപ്പോൾ എന്തായാലും ഭയങ്കര കോൺഫിഡൻസ് ചെയ്യുന്നു. എനിക്ക് മുന്നേ നമ്മൾ നീറ്റിന് എക്സാമിന് കുറച്ച് മാസം മുന്നേ നമ്മളിങ്ങനെ ആലോചിക്കുമല്ലോ, ലൈക്ക് എങ്ങനെയായിരിക്കും അന്നത്തെ ദിവസം ആലോചിക്കാൻ എല്ലാം കൂടി റിവൈസ് ചെയ്ത് അന്നൊരു ദിവസം നമ്മൾ 3 മണിക്കൂർ, എല്ലാവരും പറയാറുണ്ട് നമ്മൾ എത്ര പഠിച്ചാലും ആ 3 മണിക്കൂർ നമ്മളെങ്ങനെ ചെയ്യുക, അതിനനുസരിച്ചിരിക്കും റിസൾട്ട്. അപ്പം എനിക്ക് തന്നെ ഇങ്ങനെ ഞാൻ എങ്ങനെ ഇരിക്കും, പ്രഷറെല്ലാം കൂടി ടെൻഷനൊക്കെ ഇങ്ങനെ മാനേജ് ചെയ്യാമെന്ന് ഭയങ്കര കുറച്ച് മാസം തുടക്കം ഇനീഷ്യലൊക്കെ ഞാൻ ആലോചിക്കലുണ്ട്. പക്ഷെ അന്ന് എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസോ എന്തൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ചിരിച്ചിട്ടാണ് പോയത്. ഞാൻ അമ്മയോടൊക്കെ പറഞ്ഞു നല്ലപോലെ എഴുതിയിട്ട് വരും പിന്നെ ഒക്കെ പറഞ്ഞിട്ട് പപ്പയും വേണ്ടി ഞാനും കൂടി പോയി. അവിടെ എത്തി എക്സാം ഹാളിൽ കയറി. അപ്പോഴും ഞാൻ നല്ല കോൺഫിഡൻസിലാണ് പോയത്. പിന്നെ എക്സാമിൻ്റെ അന്നും ഞാൻ ഇത് ഇങ്ങനെയല്ല അവൾ വരുന്നത് പ്രതീക്ഷിച്ചത്. വളരെ ബ്രോക്കണായിട്ടാണ്, പക്ഷെ വളരെ എന്താ പറയുക ബാലൻസ്ഡ് ആയിട്ട് പുറത്തേക്ക് വന്നത്. അപ്പോഴും ഞാൻ മനസ്സിലാക്കിയത് വളരെ മിസറബിളി ആണ് ചെയ്തതാണ്. പക്ഷെ പിന്നെ അതല്ല കംഫർട്ടബിൾ ആണെന്ന് പിന്നെയാണ് മനസ്സിലാക്കുന്നത്. ഞാൻ ഫസ്റ്റ് ബയോളജിയാണ് ചെയ്തത്. ബയോളജി എടുത്തപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ എനിക്ക് കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എത്തിയപ്പോൾ എനിക്ക് കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് വന്നത്. അപ്പം എനിക്കങ്ങനെ ഒരു ഇതന്നെ ഇങ്ങനെ തന്നെ ആയിരുന്നോ നീറ്റ്, അങ്ങനെയല്ല ഒരു ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അപ്പം തന്നെ ഞാൻ മനസ്സിലാക്കി ഓക്കെ നീറ്റ് ഇങ്ങനെയാണ്, എക്സാം ഇപ്പം ഇങ്ങനെയാണ് അവസ്ഥ. പക്ഷെ ഞാൻ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ, പാനിക്കായിട്ട് ഇരിക്കാൻ പറ്റില്ല. സാറ് പറഞ്ഞ പോലെ സ്കിപ്പ് ചെയ്തുകൊണ്ട് പോവുക ചെയ്ത്. ബയോളജി തന്നെ കുറേ പ്രാവശ്യം സ്കിപ്പ് ചെയ്തിരുന്നു. പക്ഷെ പിന്നെ കെമിസ്ട്രി എനിക്ക് കുഴപ്പമില്ലായിരുന്നു. കെമിസ്ട്രി ഞാൻ അത്യാവശ്യം നന്നായി ചെയ്ത്. ഫിസിക്സ് എത്തിയപ്പോഴും ഇതേപോലെ തന്നെ എനിക്ക് അത്യാവശ്യം ഹാർഡായി തോന്നി. അപ്പോൾ പിന്നെ തിരിച്ച് ഞാൻ ബയോളജിയിലേക്ക് പോയി. എനിക്ക് ഫിസിക്സ് സമയം എടുക്കുന്നുണ്ട് തോന്നിയപ്പോൾ ഞാൻ തിരിച്ച് ബയോളജിയിലേക്ക് പോയിട്ട് ബയോളജി ഫുള്ളാക്കി തിരിച്ച് ഫിസിക്സിലേക്ക് വന്നു. എന്നിട്ട് ഫിസിക്സ് ചെയ്തു. ഫിസിക്സും ഫുൾ അറ്റൻഡ് ചെയ്യാനുള്ള രീതിയിലാണ് നമ്മൾ അന്ന് എക്സാം ഹാളിലേക്ക് പോകുന്നത്. പക്ഷെ എക്സാം പേപ്പർ കണ്ടപ്പോൾ മനസ്സിലായി ഫുൾ ഫിസിക്സൊക്കെ എനിക്കറിയാവുന്നതെല്ലാം എനിക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യണം. കാരണം എക്സാം കഴിഞ്ഞിട്ട് പിന്നെ ഈ ക്വസ്റ്റ്യൻ എനിക്കറിയാമായിരുന്നല്ലോ, എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ള റിഗ്രറ്റ് ഉണ്ടായിരുന്നു. അപ്പം എല്ലാ ക്വസ്റ്റ്യനിലൂടെ ഞാൻ പോകണം. ആ ഒരു ഇതിലാണ് ഞാൻ പോയത്. എനിക്ക് ആ സമയം കൊണ്ട് എത്ര മാക്സിമം ഞാൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ അറ്റൻഡ് ചെയ്യാം. എക്സാം കഴിഞ്ഞപ്പോൾ ഒരു 20 മിനിറ്റ്സ് അവിടെ ഇരുന്ന്. അപ്പോൾ ഒരു അവസ്ഥയായിരുന്നു, കണ്ണിലൊക്കെ വെള്ളം വരലൊക്കെയായിരുന്നു.
ഞാൻ വേഗം പപ്പൻ്റെ അടുത്ത് പോയി. കരയാൻ വയ്യല്ലോ, കാരണം വീഡിയോസ് ഒക്കെ ഉണ്ട് പുറത്ത്. അപ്പോൾ കരഞ്ഞ സീനാ എല്ലാവരും റെക്കോർഡ് ചെയ്ത് എവിടെയെങ്കിലും പോകും വിചാരിച്ചു. അപ്പം ഞാൻ കരച്ചിലൊക്കെ പിടിച്ചു വെച്ചു. എന്നിട്ട് പപ്പേനെ കൈയും പിടിച്ച് കാറിക്ക് പോയി. കാറിൽ കയറി പിന്നെ ഫുൾ കരഞ്ഞു തീർത്തു വീട്ടിലെത്തുന്നവരെ. അങ്ങനെ കരയുന്ന സമയത്ത് പൂർണ്ണമായിട്ട് കേൾക്കുക, വളരെ ക്ഷമയോടെ പറയുന്നതൊക്കെ കേൾക്കൽ. അങ്ങനെ അവരുടെ കരയുന്നതെന്ന് വെച്ചാൽ അവർ മാനേജ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. കരയുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാം, അത് നാച്ചുറലി അത് നടക്കുന്ന. പപ്പ പറഞ്ഞ് അതൊന്നും കുഴപ്പമില്ല, എല്ലാവരും പപ്പ പറഞ്ഞ് ഞാൻ എല്ലാവരും ഇറങ്ങി വരുമ്പോഴേ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ ഭയങ്കര ആരും ഒരു ഹാപ്പി ആയിട്ടല്ല പുറത്ത് വരുന്നത്. അപ്പോൾ തന്നെ പപ്പക്ക് മനസ്സിലായി എക്സാം ടഫാണ്. അപ്പോൾ പപ്പ പറഞ്ഞ് എക്സാം ടഫാണല്ലോ, അപ്പം എല്ലാവർക്കും ടഫാണ്. അപ്പോൾ നിനക്ക് മാത്രമല്ല ടഫ്, എല്ലാവർക്കും ടഫാണ് എക്സാം. പിന്നെ എന്തിനാണ് ഈ കരയുന്നത്? ഈ അത്യാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒബിയസ്ലി കട്ട് ഓഫ് കുറയും, നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ഒരു വർഷം നല്ല വർക്ക് ചെയ്തില്ലേ, എൻ്റെ മാക്സിമം ചെയ്തു. ഈവൻ നമുക്ക് അത്രയ്ക്ക് സ്ട്രെസ്സായിട്ട് ഒരുപാട് ജനുവരി ഒക്കെ പറഞ്ഞാൽ എനിക്ക് ആലോചിക്കാൻ വയ്യ, അത്രയ്ക്കും അവസ്ഥയാണ്. ഞാൻ മരുന്നൊക്കെ പിടിച്ചിട്ടാണ് നിന്നത് സ്റ്റെബിലിറ്റി. അപ്പോൾ അങ്ങനെ ഉണ്ടായി. അത് കഴിഞ്ഞില്ല. ഇനി നമ്മളിനി സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന സമയം, ഇനി ആ എക്സാമൊക്കെ വിടുക, നമുക്ക് നല്ലൊരു ഇതുണ്ടാവും എന്നാണ് പപ്പ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞപ്പോൾ ഒരു ഹാപ്പി. എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം ഈ നല്ല ഇഷ്യൂ ആയി ഞാൻ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു 720 എക്സാം കഴിഞ്ഞിട്ട് ഞാൻ വന്നത്. അപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് എനിക്ക് തോന്നുന്നു ഡിസംബർ എന്തോ ഒരു എക്സാം കഴിഞ്ഞ് 720 എക്സാം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നതാണ്. അപ്പം എനിക്ക് ആ സമയത്ത് നല്ല എന്തൊക്കെയോ ഒരു ഇഷ്യൂ ഉണ്ട്, പഠിക്കാൻ പറ്റണില്ല, എന്തൊക്കെയോ വിചാരിച്ച പോലെ കംപ്ലീറ്റ് ആവണില്ല, എന്തൊക്കെയോ ഒരു ഇഷ്യൂ. ഞാൻ റിവിഷൻ തുടങ്ങാൻ പോവാം. അപ്പോൾ അതിൻ്റെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ആ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് റാങ്ക് ചെയ്യുന്നു. അതെനിക്ക് ഭയങ്കര, അത് പപ്പയും എല്ലാവരും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ ഇങ്ങനെ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഒരു റിസൾട്ട് വന്നപ്പോൾ അതായിരിക്കാം തോന്നുന്ന ഒരു സന്തോഷം ഉണ്ടായ ഒരു മൊമെന്റ് എനിക്ക് ഓർമ്മ ഉള്ളത്. അന്ന് ഞാൻ നല്ല എഴുതിയിരുന്നു എക്സാം. അന്ന് കുറച്ച് ഓർഗാനിക് കുറച്ച് ടഫ് ആയിരുന്നു, പക്ഷെ എനിക്ക് കെമിസ്ട്രി ഓർഗാനിക് എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പം ഞാൻ കുറച്ച് കോൺഫിഡൻസ് ഉള്ള ഭാഗം. അപ്പം എല്ലാവരും ഇങ്ങനെ ഓർഗാനിക് കുറച്ച് ടഫായിരുന്നു പറഞ്ഞപ്പോഴും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ആൻസർക്ക് നോക്കിയപ്പോഴും കറക്റ്റ് ചെയ്യുന്നു. കുറച്ച് നമ്മളൊരു പിന്നെ പലപ്പോഴും നമ്മുടെ ഒരു എന്താ പറയുക പിന്നെ ഖുറാനിക് എക്സാംസ് ഒക്കെ പറയും, കുറച്ച് അങ്ങനെ പഠിക്കുന്നുണ്ട്. അപ്പം ഖുറാനിലുണ്ടല്ലോ ഇന്നമാൽ യുസ്ര, അത് ലൈഫിലൊരു എന്താ പറയുക എല്ലാവർക്കും അപ്ലിക്കബിൾ ആയ കാര്യമാണ്. എപ്പോഴും അപ്സ് ആൻഡ് ഡൗൺസ് ലൈഫിൽ ഉറപ്പാണ്. അപ്പോൾ ഒരു ഡൗൺ ഉണ്ടെങ്കിൽ യു ജസ്റ്റ് എക്സ്പെക്ട് ദ അപ്പ് കമ്മിങ്, സോ ബി ഹാപ്പി. പപ്പയും പറയും ഞാൻ, കാരണം ഭയങ്കര ഒരു വർഷം എനിക്ക് മിക്കവാറും എന്നെ കാണാൻ എല്ലാ വീക്കും വരും. എൻ്റെ ജോലി ഉണ്ട്, പപ്പ വർക്ക് ചെയ്യണമല്ലോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കരഞ്ഞാൽ ഒന്നും കേട്ട് വരും. പലപ്പോഴും ഇങ്ങനെ ഉണ്ടായിരുന്നു. അതായത് ഇപ്പം ഞാൻ ഒരു ദിവസം വിളിച്ചിട്ട് പറയും എനിക്കിന്ന് വീട്ടിൽ വരണം എന്ന് പറഞ്ഞിട്ട്, ഇടയ്ക്ക് എന്തെങ്കിലും എക്സാം ഡൗൺ ആയതോ മാർക്ക് കുറഞ്ഞോ എന്തെങ്കിലും ആയിരിക്കും ഇനീഷ്യലി. പിന്നെ റെഡി ആയി, അപ്പോഴത്തേന് പ്രശ്നമില്ല, പപ്പ അപ്പത്തേനും അവിടെ എത്തും, എന്തായാലും അവിടെ എത്തും. അപ്പോൾ ഉമ്മ തന്നെ പറയും ഒരു കൊല്ലം കോഴിക്കോടേക്ക് നടന്നിക്കണേ ഞങ്ങള്, അങ്ങനെ കൊണ്ട് നടന്ന് എത്തിച്ച ഒരു ഭയങ്കര. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാനും കാര്യങ്ങൾ തീരുമാനിക്കാനൊക്കെ എനിക്ക് പറ്റുന്ന പോലെ. അപ്പം എനിക്ക് പലപ്പോഴും നമ്മളിപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ആക്റ്റീവായതുകൊണ്ട് കുറേ ആൾക്കാർ ഡിസ്ക്രിമിനേഷൻസും പിന്നെ കുറേ അൺഫെയർ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നടക്കണമായിട്ട് തോന്നാറുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലതും ഇതിനെക്കുറിച്ചുള്ള ഡിബേറ്റ്സ് ആയാലും എല്ലതും വാച്ച് ചെയ്യലുണ്ട്. അപ്പം എനിക്ക് ആസ് എ ഡോക്ടർ എനിക്ക് ആയാൽ നല്ലൊരു ഡോക്ടർ ആവുകയാണെങ്കിൽ ഇൻ ഫ്യൂച്ചർ അത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നമ്മളുടെ ആവശ്യങ്ങൾ കിട്ടാത്ത ഈ നീഡായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്.
ബട്ട് അവർക്ക് കിട്ടുന്നില്ല. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ഇടയ്ക്ക്. മീൻസ് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ പല വീഡിയോസൊക്കെ കാണുമ്പം വാട്ട് ഈസ് ഗോയിങ് ഓൺ ഇൻ ഗസ, ഗസയിലൊക്കെ നടക്കുന്ന സംഭവങ്ങൾ കാണുമ്പം അവിടെ കുറേ നമുക്ക് ഡോക്ടേഴ്സ് ഇല്ല, നഴ്സുമാരില്ല, അവർക്ക് വേണ്ടതുകൾ ചെയ്തു കൊടുക്കാൻ ആൾക്കാരില്ല. എത്ര നമ്മളിവിടെ പ്രൊട്ടസ്റ്റ് ചെയ്താലും അവിടെ നടക്കുന്ന സംഭവം ഇസ് ഡിഫറെൻറ്റ്. അപ്പം അവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഐ മീൻ ഞാൻ പപ്പനോട് പറയല്, ഇഫ് ഞാൻ ഈ സമയത്ത് ഡോക്ടർ ചെയ്യുന്ന ഞാൻ അവിടെ പോയി അവരൊക്കെ ഹെൽപ്പ് ചെയ്തിരുന്നു എന്നൊക്കെ ആഗ്രഹമുണ്ട്. എനിക്ക് ഡെഫിനറ്റ്ലി നമ്മൾ ഗോളൊന്നുകൂടെ സ്ട്രോങ്ങർ ആക്കിയിട്ടുണ്ട്. ഐ മീൻ നമ്മൾ കാണുന്നവർ ഇവിടെ ഉള്ള കുറേ ടീച്ചേഴ്സ് ഡോക്ടേഴ്സാണ്, പിന്നെ ഡയറക്ടേഴ്സ് എല്ലാവരും ഡോക്ടേഴ്സാണ്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ഡെഫിനറ്റ്ലി അവിടുത്തെ കാര്യങ്ങളും പിന്നെ പലതും സാറ് അവിടുത്തെ റിലേറ്റഡ് പലതും നമ്മൾ രാവിലത്തെ മോർണിംഗ് മീറ്റിംഗ് പറയുമ്പോഴൊക്കെ നമുക്ക് ഡെഫിനറ്റ്ലി കുറച്ചുകൂടി ഇതെന്തായാലും കിട്ടണം, അങ്ങനെ ഗോൾ ഭയങ്കര സ്ട്രോങ്ങർ ആക്കിയിട്ടുണ്ട്. പിന്നെ കോൺഫിഡൻസ്, പല സ്റ്റോറീസ് നമ്മൾ ടോപ്പിൽ നിന്ന് തന്നെ ഭയങ്കര ടോപ്പ് വരെ സ്റ്റുഡൻസിൽ നിന്നൊന്നും അല്ല, പല ഗുഡ് റിസൾട്ട്സും മുൻപ് ഉണ്ടായിട്ടുള്ള ടോപ്പിൽ എല്ലാവരും നോർമലായി വന്ന് ഇവിടുന്ന് നന്നായി പഠിച്ച്. അപ്പോൾ അവരൊക്കെ കേൾക്കുമ്പോൾ ഇൻ്റർവ്യൂസൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളെപ്പോലെ വന്ന കുട്ടികൾ തന്നെയാണ് ഇവിടെ നല്ല മാർക്കോടെ കൂടി വന്നിട്ടുള്ളത്. അപ്പം നമുക്കത് പോസിബിൾ ആണെന്നുള്ളൊരു തോട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒബ്വിയസ്ലി നമ്മൾ ഭയങ്കര ക്രീം ലെയർ ഭയങ്കര അടിപൊളി സ്റ്റുഡൻസിൻ്റെ അടുത്ത് പോയാൽ ഡെഫിനറ്റ്ലി അവിടുന്ന് ഒരു ഗുഡ് റിസൾട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പോസിബിൾ ഫോർ എവറി വൺ. പക്ഷേ നോർമൽ സ്റ്റുഡൻസിൽ നിന്നും നല്ല റിസൾട്ട് ഉണ്ടാവുക പറഞ്ഞത് ഇറ്റ്സ് കൈൻഡ് ഓഫ്